ഹലോ. അപ്പം ഓസ്ട്രേലിയയിൽ നമ്മളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ അവിടെ എവിടെയാണ് വാങ്ങേണ്ടത്, ഏത് സബർബിലാണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ട്. പക്ഷേ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു വീട് ഇഷ്ടപ്പെട്ടു. ആ വീട് നമ്മൾ വാങ്ങണോ വേണ്ടയോ, അതായത് പ്രോപ്പർട്ടി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് 2-3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളിപ്പോഴും പ്രോപ്പർട്ടി പർച്ചേസിന് കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട്. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീടിനോട് ചേർന്നോ അത് അല്ലെങ്കിൽ വീടിൻ്റെ ബൗണ്ടറിയിലോ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ട്രീ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ട്രീയുടെ റൂട്ട്സ് നമ്മുടെ സ്ട്രക്ചറിൽ നമുക്ക് ഇഷ്യൂ വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ട്രീസിൻ്റെ ഈ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ റൂഫിലോട്ടൊക്കെ വീട് കഴിഞ്ഞാൽ ഈ റൂഫിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ റൂഫിൻ്റെ ലീവ്സ് ചെറിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഗട്ടേഴ്സ് ബ്ലോക്ക് ആവുക കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതും നമുക്കൊരു ഇയർലി ആ മെയിൻ്റനൻസിന് നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ ട്രീസ് നമ്മുടെ വീടിൻ്റെ ബൗണ്ടറിയിലേക്കാണെങ്കിൽ ഫെൻസിനോട് ചേർന്നൊക്കെയാണെങ്കിൽ ഫെൻസിൻ്റെ അലൈൻമെൻറ്റിന് ഇഷ്യൂ വരാനോ ഫെൻസിൻ്റെ ബ്രാഞ്ചസ് ചാടിയ ഫെൻസ് ഡാമേജ് ആവാനോ അങ്ങനത്തെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്സ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ വീടിൻ്റെ മണ്ണടിയിൽ പോയിട്ട് അതിൻ്റെ സ്ട്രക്ചറലി ചിലപ്പോൾ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ് ആ സ്ട്രക്ചറൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ റീസൺ ഈ ട്രീസിൻ്റെ ആ സൈഡിലാണോ എവിടെയെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്.